ആദ്യ അപ്ഡേറ്റ് നമ്മുടെ പ്രഭാസിന്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെയാണ്. കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു സിനിമ തന്നെയായിരുന്നു നമ്മുടെ കൽക്കി സിനിമയുടെ രണ്ടാം ഭാഗം. അത്യാവശ്യം നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സിനിമയുടെ രണ്ടാം ഭാഗത്തിനെ കുറിച്ച്. എന്തായാലും സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസാവസാനമാണ് ആരംഭിക്കാൻ പോകുന്നത്. മാത്രമല്ല കമൽഹാസൻ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കുറച്ചും കൂടി സ്ക്രീൻ ടൈം ഉണ്ടാവും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആദ്യ ഭാഗം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തെ ഷൂട്ടിംഗ് ആണ് വരാൻ പോകുന്നത് കമൽഹാസന് വേണ്ടി മാത്രമായിട്ട്. പിന്നെ ദീപിക പദുക്കോളിന്റെ ആ ഒരു വേഷത്തിന് പകരമായിട്ട് നമ്മുടെ റീപ്ലേസ്മെന്റ് വരികയാണ്. നമ്മുടെ സായി പല്ലവി ആയിരിക്കും ഇനി ആ ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആവുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഖലീഫ എന്ന് പറഞ്ഞ നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമേന്റെ തന്നെയാണ്. ഖലീഫ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുകയാണ്, അതും കോഴിക്കോട് വെച്ചിട്ട്. എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതിയാണ് കോഴിക്കോട് സിനിമേൻ്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ ഒന്നിക്കുന്ന സിനിമയും കൂടിയാണ്. എന്തായാലും നല്ലൊരു പവർ പാക്ക് തന്നെയാണ് പടത്തിൻ്റെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ. ഇന്ദ്രൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും വൈശാഖിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന നമ്മുടെ ഖലീഫ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി സിനിമേൻ്റെയാണ്. ടൊവിനോൻ്റെ ഇനി വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് വരുന്ന സിനിമയാണ് പള്ളിച്ചട്ടമ്പി. നമ്മുടെ കൈദുൽ ലഹറാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത്. പുള്ളിക്കാരിൻ്റെ ഒരു ക്യാരക്ടർ സ്പെഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു പോസ്റ്റർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജേക്സ് വിജയാണ് സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയും കൂടിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയാണ്. എന്തായാലും ഏപ്രിൽ 9 സിനിമ വേൾഡ് വരെ റിലീസ് പ്ലാൻ ചെയ്യുന്ന പല ഭാഷകളിലായിട്ട് പാൻ ഇന്ത്യ ലെവലിൽ. കാത്തിരിക്കാൻ നമുക്ക് പള്ളിച്ചട്ടമ്പി സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ടക്കീറ്റ എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമേൻ്റെ തന്നെയാണ്. പടത്തിന്റെ ഭാഗത്ത് ഒരു കാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയിൽ നിലവിലെ പൃഥ്വിരാജും കല്യാണി പ്രിയദർശനും അഭിനയിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാസ്റ്റ് റീപ്ലേസ് ആയിട്ട് തമിഴിലെ തന്നെ നമ്മുടെ വിശാലും അതുപോലെ തന്നെ നമ്മുടെ മഡോണ സെബാസ്റ്റ്യനും സിനിമയിൽ കാസ്റ്റ് ആയിട്ട് വരാൻ പോവുകയാണ്, റീപ്ലേസ് ആയിട്ട്. നിലവിൽ ഇത് റൂമർ ആയിട്ടാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ടീമിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ടക്കീറ്റ സിനിമേന്റെ ഭാഗത്ത് നിന്ന്. അത് മാത്രമല്ല സിനിമേന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി ടീസർ ഗ്ലിംസ് ഈ മാസം ഫെബ്രുവരി റിലീസ് വരുന്നുണ്ട്. കാരണം നമ്മുടെ ആസിഫ് അലീന്റെ പിറന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരു കിഡിലൻ ടീസർ ഗ്ലിംസ് വരും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അനൗൺസ്മെന്റ് പോസ്റ്റർ എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ നിവിൻ പോളിന്റെ ബി ഉണ്ണികൃഷ്ണൻ സിനിമേന്റെ ഭാഗത്ത് നിന്ന് അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ മാർച്ച് മാസമാണ് റിലീസ്. മാർച്ച് 19-ാം തീയതി വേൾഡ് വൈഡ് റിലീസ്. എന്തായാലും പടത്തിന്റെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി മാസം 17-ാം തീയതിക്കുള്ളിൽ തന്നെയായിട്ട്. അത് മാത്രമല്ല സിനിമേന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് അതിന് മുമ്പ് വരുന്നതായിരിക്കും. എന്തായാലും ഇനി ഈ സിനിമേന്റെ ഭാഗത്ത് നിന്ന് നിരനിര അപ്ഡേറ്റ് ആയിരിക്കും വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ സിനിമ. എന്തായാലും ബി ഉണ്ണികൃഷ്ണന്റെ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. എന്തായാലും അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകൾ നോക്കുകയാണെങ്കിൽ വൻ ഫ്ലോപ്പാണ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഈ ഒരു പടത്തിന് നല്ലൊരു മൗത്ത് ടോക്കിംഗ് ഉണ്ടായാൽ മാത്രമാണ് പടത്തിന് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നമ്മുടെ ജോർജ് അഭിനയിച്ചും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് പണി. ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ വർഷം. മാർച്ച് മാസമാണ് പടത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് എന്തായാലും വരും ദിവസങ്ങളിൽ കേൾക്കാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് മാർച്ച് മാസം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക സിനിമയിൽ കാസ്റ്റ് ആയിട്ട് വരാൻ പോവുകയാണ്. നമ്മുടെ ധനുഷിന്റെ 85-ാമത്തെ സിനിമയിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്ന് വൈകുന്നേരത്തോടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല സിനിമയിൽ സായി പല്ലവിയും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ധനുഷിന്റെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് സിനിമ തന്നെയായിരിക്കും ഈ വരുന്ന ധനുഷിന്റെ 85-ാമത്തെ സിനിമ. സിനിമയുടെ പൂജ ഷൂട്ടിംഗ് ഒക്കെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സായി അഭ്യങ്കർ ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ പ്രോമിസിംഗ് ആയ രാജ്കുമാർ പെരമസ്വാമിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമ അമരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു. പടത്തിന് ഷൂട്ടിംഗ് അങ്ങനെ സ്റ്റാർട്ടായിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക സിനിമയിലെ ഷൂട്ടിങ്ങിൽ എന്തായാലും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ഒരു പടയാത്ര സിനിമയ്ക്ക് ശേഷം മാത്രമായിരിക്കും പുള്ളിക്കാരൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഏപ്രിൽ മാർച്ച് ആകുമ്പോഴേക്കും ആ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവും. അതിന് ശേഷമായിരിക്കും ധനുഷിന്റെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂക്ക. ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗമായ ദ റിവെഞ്ച് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. കിടുക്കൻ ടീസർ തന്നെയാണ്. മാർച്ച് മാസം നമ്മുടെ യാഷണ്ണിന്റെ ടോക്സിക്കിന്റെ കൂടെയാണ് പടം ക്ലാഷ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട്. ഞാൻ സിനിമയുടെ ആദ്യ ഭാഗം കണ്ടു. ഗംഭീര സിനിമ തന്നെയാണ്. സിനിമ ആദ്യ ഭാഗം ഹിന്ദി പകർപ്പിൽ മാത്രമായിട്ടാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് മലയാളത്തിലും തമിഴിലും പാൻ ഇന്ത്യൻ ലെവൽ ഡബ് ചെയ്തിട്ടാണ് പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത് സിനിമയുടെ രണ്ടാം ഭാഗം. എന്തായാലും കിടു ടീസർ തന്നെയാണ്, പോയി കാണുക. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഷാറൂഖ് ഖാന്റെ പുതിയ സിനിമേൻ്റെ തന്നെയാണ് കിങ്. പടത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റ് വീഡിയോയിൽ. പടം റിലീസ് ചെയ്യുന്നത് ഡിസംബർ മാസം 24-ാം തീയതിയാണ് ഈ വർഷം.
നമ്മൾ ഒരുപാട് മാസം കാത്തിരിക്കണം ഈ ഒരു പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് SRKൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ദീപിക പദുക്കോൾ, അഭിഷേക് ബച്ചനൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. മ്യൂസിക് നമ്മുടെ റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ സിദ്ധാർത്ഥ് അനന്തനാണ്. നമ്മുടെ പത്താൻ എന്ന് പറഞ്ഞ SRKൻ്റെ ആ ഒരു സിനിമ സംവിധാനം ചെയ്ത ആൾ തന്നെയാണ് SRKൻ്റെ കിങ് എന്ന് പറഞ്ഞ സിനിമയും സംവിധാനം ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അയാം ഗെയിമിൻ്റെ ഭാഗത്തു നിന്നാണ്. പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 14 വർഷമായിരിക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടൊരു കിടു പോസ്റ്റർ തന്നെയാണ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിനിമ ഈ വർഷം ഓണം റിലീസാകും. നമ്മുടെ ദുൽഖർ സൽമാൻ, പെപ്പെ, മിസ്കിനൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നത്. ജെയ്ക്സ് വിജയാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ RDXൽ സംവിധായകൻ തന്നെയാണ് നിഹാസ് ഹിദായത്ത്. എന്തായാലും ഓണം ഇപ്രാവശ്യം RDX തൂക്കിയ പോലെ നമ്മുടെ അയാം ഗെയിം തൂക്കുമോ? കാത്തിരിക്കാൻ ചെയ്യാം. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.